ആദം അലൈഹിസ്സലാത്തു വസ്സലാമക്ക് സുജൂദ് ചെയ്യാൻ വേണ്ടി ഇബ്ലീസിനോട് പറഞ്ഞപ്പോൾ ഞാൻ അള്ളാഹുവിനു മാത്രമേ സുജൂദ് ചെയ്യൂ, ഞാൻ അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കുകയുള്ളൂ എന്ന തൗഹീദിന്റെ സ്വന്തമായ പ്രമേയം അവതരിപ്പിച്ചുകൊണ്ടാണ് ഇബ്ലീസിന് സ്വർഗത്തിൽ നിന്ന് പുറത്തു പോകേണ്ടി വന്നിട്ടുള്ളത്. അതുകൊണ്ട് സുജൂദ് അള്ളാഹുവിന് മാത്രം, പ്രാർത്ഥന അള്ളാഹുവിന് മാത്രം എന്നത് ഇബ്ലീസിന്റെ വാദമാണ്. അതിനുള്ള തെളിവായി അവർ പറഞ്ഞതോ നമുക്കെല്ലാവർക്കും സുപരിചിതമായ ആദം അലൈഹി സ്വലാത്തു വസ്സലാമക്ക് സുജൂദ് ചെയ്യാൻ വേണ്ടി ഇബ്ലീസിനോട് പറഞ്ഞപ്പോൾ ഇബ്ലീസ് വിസമ്മതിച്ച കാര്യവുമാണ്. ആ ഭാഗം ഈ ആളുകൾ പറയുന്നത് നിങ്ങളൊന്ന് കേട്ടുനോക്കുക. നമുക്കറിയാമല്ലോ, പിശാജ് ലഅനത്തുല്ലാഹി അലൈഹി റഈസുൽ മലായിക എന്ന സ്ഥാനം അലങ്കരിച്ചിരുന്നയാളായിരുന്നു. മലക്കുകളുടെ റഈസായിരുന്നു, ജനറലായിരുന്നു ഈ പിശാജ്. അദ്ദേഹം സ്വർഗത്തിൽ നിന്ന് നിഷ്കാസിതനാകാനുള്ള കാരണം ഈ മുദ്രാവാക്യം ഉയർത്തിയത് കൊണ്ടായിരുന്നു. പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രം എന്ന മുദ്രാവാക്യം. നമുക്കറിയാം, ആദം നബിക്ക് സുജൂദ് ചെയ്യാൻ, സുജൂദ് എന്ന് പറഞ്ഞാൽ ദുആ ഉൾക്കൊള്ളുന്ന, കുഞ്ഞിത് മദനി പറഞ്ഞതുപോലെ ദുആ ഉൾക്കൊള്ളുന്ന ഒരു ആരാധന കർമ്മമാണ്, ഒരു ആരാധനയാണ്, ഒരു സൽക്കർമ്മമാണ്, ഇബാദത്താണ്. ആ സുജൂദ് ആദം നബിക്ക് ചെയ്യാൻ മലക്കുകളോട്, ഇബ്ലീസിനോട് ഒക്കെ അള്ളാഹു ആജ്ഞാപിച്ചു. എന്നാൽ മലക്കുകൾ ഒഴികെയുള്ള ഇബ്ലീസ് മാത്രം ഈ സുജൂദ് അല്ലെങ്കിൽ ഈ പ്രാർത്ഥന നടത്തിയില്ല. അപ്പോൾ ആദം നബിയോട് പ്രാർത്ഥിക്കാൻ അള്ളാഹ് പറയുന്നു, ഇബ്ലീസ് അതിൽ നിന്ന് മാറി നിൽക്കുന്നു. ഞാൻ അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കുകയുള്ളൂ, അഥവാ അള്ളാഹു പറഞ്ഞ പ്രത്യേക കർമ്മമാകുന്ന സാഷ്ടാംഗ പ്രണാമം നടത്തുകയുള്ളൂ എന്ന് അഹങ്കാരത്തിന്റെ ഭാഷയിൽ ഇബ്ലീസ് മൊഴിയുന്നു. അങ്ങനെ ഇബ്ലീസ് ഈ പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രം എന്ന മുദ്രാവാക്യം ഉയർത്തി സ്വർഗത്തിൽ നിന്ന് അഭിശപ്തനായി നിഷ്കാസിതനായ ചരിത്രമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നോക്കൂ നിങ്ങൾ, എത്ര ഗുരുതരമായ തെറ്റാണ്, കളവാണ് ഇവർ ഇവിടെ പ്രചരിപ്പിച്ചിട്ടുള്ളത്. ഇബ്ലീസിന് പോലും പരിചയമില്ലാത്ത, ഇബ്ലീസ് ഒരിക്കലും പറഞ്ഞിട്ടില്ലാത്ത ഒരു കാര്യം ഇവർ ഇബ്ലീസിന്റെ പേരിൽ പോലും വെച്ചു കെട്ടുന്നു എന്നതാണ് ഏറ്റവും അത്ഭുതകരമായത്. ഏറ്റവും വലിയ നുണയനാണ് ഇബ്ലീസ്. ആ ഇബ്ലീസിന്റെ പേരിൽ പോലും അതിനേക്കാൾ വലിയ ഒരു നുണ പറയുന്നു എന്നതല്ലേ ഏറ്റവും ചിന്താർഹമായ, പഠനാർഹമായ ഒരു കാര്യം. ഇത് ഈ ആളുകൾ, ഇതേപോലെയുള്ള ആളുകൾ വെറുതെ പറയുന്നതല്ല. ഇവർക്ക് നേതൃത്വം കൊടുക്കുന്ന ആളുകൾ ഇങ്ങനെയാണ് ഇവരെ പറഞ്ഞു പഠിപ്പിച്ചത്. ഞാൻ നേരത്തെ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയ വഴിപിരിഞ്ഞവർക്ക് എന്തു പറ്റി എന്ന പുസ്തകം, ആ പുസ്തകത്തിലെ 37-ാമത്തെ പേജിൽ ഹാഷിം നഈമി എന്ന് അറിയപ്പെടുന്ന ആ ഒരു വ്യക്തി, അദ്ദേഹം ഇവരെ പഠിപ്പിച്ചത് അതാണ്. പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രം എന്ന പ്രമേയം സാക്ഷാൽ ഇബ്ലീസിന്റെ പ്രമേയമാണെന്ന് സുന്നി പണ്ഡിതർ വഹാബികളെ തെര്യപ്പെടുത്തി. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് സുജൂദ് ചെയ്യാൻ അള്ളാഹു കൽപ്പിച്ചപ്പോൾ എല്ലാ മാലാഖമാരും ആദമിന് സുജൂദ് ചെയ്തു. പക്ഷേ വഹാബികളുടെ ആചാര്യനായ ഇബ്ലീസ് മാത്രം സുജൂദ് ചെയ്തില്ല. സുജൂദ് ചെയ്യാൻ വിസമ്മതിച്ച ഇബ്ലീസ് വലിയ ഒരു തൗഹീദ് പ്രമേയമാണ് മുന്നോട്ട് വെച്ചത്. നോക്കൂ നിങ്ങൾ, തൗഹീദിനെ കളിയാക്കുകയാണ്. സുജൂദ് അള്ളാഹുവിന് മാത്രം, അള്ളാഹുവിന്റെ മുമ്പിൽ തൗഹീദിന്റെ സ്വന്തം വക പ്രമേയം അവതരിപ്പിച്ചപ്പോൾ ഇബ്ലീസ് അഭിശപ്തനായി തീർന്നു. അതേ, ആ പ്രമേയത്തിന്റെ വർത്തമാന അനുകരണമാണ് പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രം എന്ന പ്രമേയമെന്ന് സുന്നി പണ്ഡിതന്മാർ പ്രഖ്യാപിച്ചതായിട്ടാണ് പറയുന്നത്. അപ്പോൾ പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രം എന്ന വാദം പറഞ്ഞിട്ടാണ് ഇബ്ലീസ് അഭിശപ്തനായി തീർന്നത് എന്നാണ് ഇവർ പറയുന്നത്. എത്ര ഗുരുതരമായ തെറ്റാണ് ഇവർ പറഞ്ഞത്. പരിശുദ്ധ ഖുർആനിൽ അങ്ങനെയുണ്ടോ? ഇബ്ലീസ് പറയാത്ത കാര്യമല്ലേ ഇവർ പറഞ്ഞത്? എനിക്ക് ഈ ഒരു സാഹചര്യത്തിൽ സുന്നി പ്രസ്ഥാനത്തിലെ ഇരു സമസ്തകളിലെയും ഉത്തരവാദിത്തപ്പെട്ട നേതാക്കളോട് വളരെ വിനീതമായി ചോദിക്കുകയാണ്, നിങ്ങൾ സമൂഹത്തിന് ഈ വിഷയത്തിൽ മറുപടി പറഞ്ഞു കൊടുക്കണം. ഇബ്ലീസ് സ്വർഗത്തിൽ നിന്ന് പുറത്തുപോയത്, അതല്ലെങ്കിൽ ഇബ്ലീസ് ശപിക്കപ്പെട്ടവനായി തീർന്നത് ഞാൻ അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കൂ എന്ന് പറഞ്ഞതിന്റെ പേരിലാണോ? ഞാൻ അള്ളാഹുവിന്റെ മുന്നിൽ മാത്രമേ സുജൂദ് ചെയ്യൂ, സൃഷ്ടികളുടെ മുമ്പിൽ ഞാൻ സുജൂദ് ചെയ്യില്ല എന്ന് പറഞ്ഞതിന്റെ പേരിലാണോ? നിങ്ങൾ എത്ര കാലമായി ഈ ഒരു കളവ് ജനങ്ങളെ പറഞ്ഞ് പഠിപ്പിക്കുകയും ജനങ്ങളെ വഞ്ചിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു? എവിടെ നിന്നാണ് നിങ്ങൾക്കതിന് തെളിവ് കിട്ടിയത്? അത് നിങ്ങൾ പറഞ്ഞേ മതിയാകൂ. പരിശുദ്ധ ഖുർആനിൽ വ്യത്യസ്തങ്ങളായ അധ്യായങ്ങളിൽ എന്തുകൊണ്ടാണ് ഇബ്ലീസ് ശപിക്കപ്പെട്ടത് എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട്.
ആദം അലൈഹി സ്വലാത്തു വസ്സലാമക്ക് സുജൂദ് ചെയ്യാൻ വേണ്ടി പറഞ്ഞപ്പോൾ എന്തുകൊണ്ടാണ് നീ സുജൂദ് ചെയ്യാത്തത് എന്ന ചോദ്യത്തിന് ഇബ്ലീസ് നൽകിയ മറുപടി അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തന്നത് ഖലഖ്തനി മിൻ നാരിൻ വ ഖലഖ്തഹു മിൻ തീൻ എന്നാണ്. നീ എന്നെ തീയിൽ നിന്ന് സൃഷ്ടിച്ചു, എന്നാൽ ആദമിനെ നീ മണ്ണിൽ നിന്നാണ് സൃഷ്ടിച്ചത്. അതുകൊണ്ട് മണ്ണുകൊണ്ട് സൃഷ്ടിക്കപ്പെട്ട ആദമിന് ഞാൻ സുജൂദ് ചെയ്യില്ല. അബാ വസ്തക്ബർ, അവന് വിസമ്മതിച്ചു, അഹങ്കാരം കാണിച്ചു. ഇതാണ് പരിശുദ്ധ ഖുർആനിലുള്ളത്. സൂറത്തു ബഖറയിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള പരാമർശമുണ്ട്, സൂറത്തു സ്വാദിലുണ്ട്, അതേപോലെ തന്നെ സൂറത്തുൽ അറാഫിലുണ്ട്, സൂറത്തുൽ ഹിജ്റിലുണ്ട്. ഈ അധ്യായങ്ങളിലൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് എവിടെയും തന്നെ ഞാൻ അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കൂ എന്ന ഒരു പ്രഖ്യാപനം ഇബ്ലീസ് നടത്തിയതായി അള്ളാഹു നമുക്ക് പറഞ്ഞു തന്നിട്ടില്ല. അതുകൊണ്ട് എന്ത് അടിസ്ഥാനത്തിലാണ്, ഏത് പ്രമാണത്തിന്റെ പിൻബലത്തിലാണ് ഈ ഒരു പച്ചക്കള്ളം മഹാന്മാരായ പ്രവാചകന്മാർ ലോകത്തെ പഠിപ്പിച്ച തൗഹീദിന്റെ ആദർശമായിരുന്നു ഇബ്ലീസിനെന്നും, അഥവാ പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രം എന്ന ആദർശമായിരുന്നു ഇബ്ലീസിനെന്നും, ആ ഒരു പ്രഖ്യാപനം കൊണ്ടാണ് ഇബ്ലീസ് പുറത്തു പോയതെന്നും എന്തടിസ്ഥാനത്തിലാണ് നിങ്ങൾ മുസ്ലിം ഉമ്മത്തിന് പറഞ്ഞു പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾ അവരെ ചതിക്കുകയും വഞ്ചിക്കുകയും ചെയ്യുന്നത് ഏതിന്റെ അടിസ്ഥാനത്തിലാണ്? ഖുർആനിൽ നിന്ന് നിങ്ങൾക്ക് തെളിവുണ്ടോ? ആ തെളിവ് നിങ്ങൾ ഉദ്ധരിക്കണം. സമസ്തയുടെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കളും അവർക്ക് വേണ്ടി പ്രഭാഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന, നേരത്തെ നിങ്ങൾ ശബ്ദം കേട്ട രൂപത്തിലുള്ള അത്തരത്തിലുള്ള വ്യക്തികൾ, പ്രഭാഷകന്മാർ, പ്രബോധകന്മാർ, നിങ്ങൾ സമൂഹത്തിന് ആ ആയത്തോതി കൊടുക്കണം. സുന്നികളെ, സാധാരണക്കാരായ സുന്നി സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടും നസീഹത്ത് കൊണ്ടും പറയുകയാണ്, നിങ്ങൾ ഇവരോട് തെളിവ് ചോദിക്കുകയില്ല എന്ന ധൈര്യമാണ് ഇത്രക്കും ഇസ്ലാമിക വിരുദ്ധമായ, ഖുർആനിക വിരുദ്ധമായ, ഖുർആനിലോ ഹദീസിലോ ഇല്ലാത്ത ഈ ഒരു ആശയം നിങ്ങളെ പറഞ്ഞു പറ്റിക്കാൻ ഇവർക്ക് ധൈര്യം. അതുകൊണ്ട് ഞാൻ സുന്നികളോട് ചോദിക്കുന്നത്, നിങ്ങൾക്കറിയാവുന്ന മുഴുവൻ ഉസ്താക്കന്മാരോടും മുസ്ലിയാക്കന്മാരോടും നിങ്ങൾ ചോദിക്കണം. നിങ്ങൾക്കറിയാവുന്ന സുന്നി രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകളോട് നിങ്ങൾ ചോദിക്കണം, ഇവർ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വാദം ശരിയാണോ? ഇബ്ലീസ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഞാൻ അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കൂ എന്ന് പറഞ്ഞതിന്റെ പേരിലാണോ ഇബ്ലീസ് പുറത്തുപോയത്? നിങ്ങളത് ഏത് ആയത്തിന്റെ അടിസ്ഥാനത്തിലാണ് മനസ്സിലാക്കിയതെന്ന് നിങ്ങൾ അവരോട് ചോദിക്കണം. അല്ലെങ്കിൽ സ്വഹീഹായ ഹദീസ്, ഖുർആനില്ലെങ്കിൽ സ്വഹീഹായ ഹദീസ് പ്രമാണമാണല്ലോ. അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞിട്ടുണ്ടോ ഞാൻ അള്ളാഹുവിന് മാത്രമേ സുജൂദ് ചെയ്യൂ എന്ന് പറഞ്ഞതിന്റെ പേരിലാണ് ഇബ്ലീസ് പുറത്തുപോയത് എന്ന്? അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചതിന്റെ രേഖയുണ്ടോ? പ്രാമാണികമായ സ്വഹീഹായ രേഖകളുണ്ടോ? അതുകൊണ്ട് നിങ്ങൾ ഇവരോട് ചോദിക്കണം. ഉത്തരവാദിത്തപ്പെട്ട സുന്നികളുടെ കൂട്ടത്തിലെ പണ്ഡിതന്മാർ സമൂഹത്തിന് ഒരു ഉത്തരം പറയണം. നിങ്ങളുടെ ഇസ്ലാമിക വിരുദ്ധമായ സാക്ഷാൽ ഇബ്ലീസിന്റെ ആദർശം ജനങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി ഇബ്ലീസിന്റെ പേരിൽ പോലും ഒരു പച്ചക്കളവ് പറഞ്ഞുകൊണ്ട്, ഇബ്ലീസ് പറയാത്തൊരു കാര്യം, അള്ളാഹു നമുക്ക് പറഞ്ഞു തന്നിട്ടില്ലാത്ത ഒരു കാര്യം നിങ്ങൾ ജനങ്ങളെ പറഞ്ഞു പറ്റിക്കുന്നതിന്റെ അടിസ്ഥാനം എന്താണെന്ന് നിങ്ങൾ ജനങ്ങൾക്ക് വിശദീകരിച്ചു കൊടുത്തേ മതിയാകൂ. ജനങ്ങളെ, നിങ്ങൾ അവരോട് ചോദിച്ചതിന്റെ രേഖ ചോദിക്കണം. നിങ്ങളത് ചോദിക്കാത്തത് കൊണ്ടാണ് ഇവർ നിരന്തരമായി കളവുകൾ പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ പിന്നാലെ കൂടിയിട്ടുള്ളത്. മറ്റു പലതും മോഹിച്ചിട്ടാണ് അവർ നിങ്ങൾക്ക് ശരിയായ മതം പറഞ്ഞു തരാത്തത്. ഇനിയെങ്കിലും നിങ്ങൾ ചിന്തിക്കണം. നിങ്ങളുടെ ബുദ്ധി നിങ്ങൾ ആർക്കും പണയപ്പെടുത്തി കൊടുക്കാൻ പാടില്ല. ആലോചിക്കണം എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അതുകൊണ്ട് ഞാൻ തൽക്കാലം എൻ്റെ ഈ ഒരു സംസാരം അവസാനിപ്പിക്കുകയാണ്. പക്ഷേ ഈ ഒരു പരമ്പര അത് തുടരുക തന്നെ ചെയ്യും. അടുത്ത ക്ലാസ്സിൽ നിങ്ങൾക്ക് മറ്റു ഭാഗങ്ങൾ പ്രതീക്ഷിക്കാം.